ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആ ഒരു സൈഡിൽ തന്നെ ഒരു വലിയ ചിത്രം കാണുന്നുണ്ടാവും. ഒരു ആനയുണ്ട്, ഒരാൾ ആനയെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഇതൊരു പഴയ കഥയാണ്. നിങ്ങൾ ചിലരൊക്കെ കേട്ടവരായിരിക്കും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ കഥ? ഈ കഥയുടെ ഒരു മോറൽ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഒരു ആനയുണ്ട്, അതുപോലെ ഒരുപാട് ആനകൾ അവിടെ ഉണ്ട്. ആനയുടെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ അടുത്തുകൂടെ ഒരാൾ നടന്നു പോവാണ്. അപ്പോൾ അയാൾ ആനയെ കുറച്ച് കൗതുകത്തോടൊന്ന് വീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായ ഒരു കാര്യം, ആ ആനയെ വളരെ ചെറിയൊരു കയറിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ ആനയെ കെട്ടിയിട്ടിരിക്കുന്ന ആ കുറ്റിയാണെങ്കിലോ അതും വളരെ ചെറുതാണ്. ആന ജസ്റ്റ് കാലൊന്ന് നീക്കിയാൽ തന്നെ ആ കുറ്റിയും പറിച്ചു വരും, കയറും പൊട്ടിക്കാൻ പറ്റും. എന്നാൽ ഇത്രയും ശക്തിയുള്ള ആന അതിന് ശ്രമിക്കുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രമിക്കാതായത് എന്ന് നമ്മൾ ആ ആനപ്പാപ്പാനോട് ഇയാൾ ചോദിക്കുകയാണ്. അപ്പം ആനപ്പാപ്പാൻ ഇയാളോട് പറയും, ഈ ആന ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, അതായത് വളരെ ചെറിയൊരു ആനയായ സമയത്ത് അതിനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കയറാണിത്. അപ്പം അന്ന് ചെറിയ ആനയായ സമയത്ത് അതിനെ തളർച്ചു നിർത്താൻ എന്ത് ചെയ്യുന്നു, ഈ കയറ് മതിയായിരുന്നു. ആ കയറിൽ അത് നിൽക്കുമായിരുന്നു. അപ്പം അതിൻ്റെ മനസ്സിൽ എന്തായി, ഈ കയറ് എനിക്കൊരിക്കലും പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ അതിൻ്റെ മനസ്സിൽ ആ കാര്യം ഉറച്ചുപോയി. അപ്പം പിന്നീട് ഒരിക്കലും ആ ആന എന്ത് ചെയ്തിട്ടില്ല, ആ കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ മനസ്സിൽ അത് ഉറച്ചുപോയി. അപ്പം ആ ഒരു കഥയും നമ്മുടെ PSC പഠനവും മാത്സിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഇസ്മായിൽ കാലടി. വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും PSC പഠിച്ച് തുടങ്ങുന്ന മെജോറിറ്റി ആളുകൾക്കുള്ളൊരു പ്രശ്നം എന്തായിരിക്കും, മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, മാത്സ് എനിക്ക് പഠിച്ചിട്ട് എത്തുന്നില്ല, മാത്സ് എത്ര നോക്കിയിട്ടും പരീക്ഷ ആകുമ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നില്ല, ഞാൻ കുറേയൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും പക്ഷെ എനിക്ക് പരീക്ഷയ്ക്ക് സ്കോർ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമായിരിക്കും. ചിലർക്ക് പിന്നെ പഠിക്കാൻ തുടങ്ങാൻ തന്നെ മടിയായിരിക്കും. അങ്ങനെയുള്ള കുറേ പേരുണ്ട്. എനിക്കൊരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മാത്സ് ഒഴിവാക്കി പോയ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇടയിൽ പഠനം മാത്സിൻ്റെ ഭാഗം ടഫായി നിർത്തിയവരും അതല്ല ഇനി പുതുതായിട്ട് മാത്സ് പഠിക്കാൻ തുടങ്ങിയവർക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ വെക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. പിന്നെ ഈ വരാൻ പോകുന്ന LDC, LGS, അതുപോലെ ബെവ്കോ, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മാത്സ് ആവശ്യമാണ്. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിച്ച് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കഥയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ആനയുടെ പോലെയുള്ള മെൻ്റൽ സ്റ്റേറ്റിലാണ് നമ്മൾ കൂടുതൽ പേരും ഉള്ളത്. അതാണ് ഫസ്റ്റ് പ്രശ്നം. അതായത് ഇതൊരു പേടിയാണ്. കാരണം ചെറിയ ഒരു ക്ലാസ് മുതലേ മാത്സിൽ വീക്കാണ്, അല്ലെങ്കിൽ മാത്സിന് ട്യൂഷൻ എടുത്തവരായിരിക്കും. അപ്പം എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ട്യൂഷൻ തന്നത് എന്നുള്ളൊരു സാധനം അതിൽ കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും മാത്സിന് ട്യൂഷന് പോകുന്നു. അങ്ങനെ കണ്ട് പണ്ടേ മാത്സിനോട് അല്ലെങ്കിൽ പഴയ മാത്സ് സാറ് നല്ല കലിപ്പനായിരിക്കും, നല്ല ചൂടനായിരിക്കും, ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും, ചാക്കോ മാഷിനൊക്കെ പോലെ നല്ല അടിക്കുന്ന മാഷായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്നേ ഇതിനോടൊരു പേടി ബിൽഡ് ചെയ്ത ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പം ആ പേടിയാണ് നിങ്ങൾ ആനയെപ്പോലെ അവിടെ തളച്ചിട്ടിരിക്കുന്ന കാര്യം. എന്നാൽ PSC പരീക്ഷകളിലെ മാത്സ് ആക്ച്വലി സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ, ബേസിക് ആയിട്ട് ഒരു 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ പരീക്ഷകൾക്ക് ആവശ്യമുള്ളൂ. അപ്പം അതെങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എന്തൊക്കെ പഠിച്ച് എവിടെ നിന്ന് ഇത് സെറ്റാക്കി കൊണ്ടുവരാം എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മൈൻഡിൽ നിന്ന് ആ ഒരു പേടി മെല്ലെ മെല്ലെ ഒഴിവാക്കി കൊണ്ടുവരാം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇറങ്ങുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം 10 വരെയുള്ള ഗുണനപ്പട്ടിക. വളരെ സിമ്പിളാണ്, കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് ഒന്ന് എഴുതി പഠിക്കുക. തീരെ ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു 4-5 വട്ടം സ്വന്തമായി എഴുതി പഠിക്കുക. 10x10 വരെയുള്ള ഗുണനപ്പട്ടിക. അപ്പം 100 എണ്ണം എഴുതാനുണ്ടാവും. ആ 100 എണ്ണത്തിൽ എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്ന് എവിടുന്ന് എന്ത് ചോദിച്ചാലും വേഗത്തിൽ ഉത്തരം പറയുന്ന ലെവലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ കൊണ്ടുവരണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. 12x12 ആക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ ഏറ്റവും മിനിമം ഫസ്റ്റ് തുടങ്ങുന്ന ആൾ 10x10 തന്നെ മതി. അതിൽ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ കാര്യം, 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ വർഗ്ഗങ്ങൾ, സ്ക്വയർ. അപ്പോൾ വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമ്പറിന് അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നതാണ് അതിൻ്റെ വർഗ്ഗം. 5ൻ്റെ വർഗ്ഗം എന്താണെന്ന് വെച്ചാൽ 5x5 ആണ്. 10ൻ്റെ വർഗ്ഗം എന്താ വെച്ചാൽ 10x10 ആണ്. അപ്പോൾ 20 വരെയുള്ള സംഖ്യകളുടെ
വർഗ്ഗങ്ങൾ ഫസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക. ഈ ഗുണനപ്പട്ടിക പഠിച്ച ശേഷം അടുത്ത് പഠിക്കേണ്ട കാര്യം ഇതാണ്. അതും കഴിഞ്ഞ ശേഷം 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബുകൾ, ക്യൂബ് മലയാളത്തിൽ ഘനം എന്ന് പറയും. ഇപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ 3 തവണ ഗുണിക്കുകയാണ്. ഇപ്പോൾ 2ൻ്റെ ക്യൂബ് എന്താണെന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8ആണ്. 4ൻ്റെ ക്യൂബ് എന്താണെന്ന് വെച്ചാൽ 4 ഇൻറ്റു 4 ഇൻറ്റു 4 64 ആയിരിക്കും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ഇത് നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിലാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഈ സ്ലൈഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്ത ശേഷം ഇതിൻ്റെ താഴെ ഞാൻ ഇതിൻ്റെ PDF-ൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. 10 വരെയുള്ള ഗുണനപ്പട്ടിക അവിടെ ഉണ്ട്, 20 വരെയുള്ള വർഗ്ഗം അവിടെ ഉണ്ട്, 10 വരെയുള്ള ക്യൂബുകളും അവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം അത് തുടങ്ങാം. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ എന്ത് ചെയ്യാം, സിലബസിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ LDCക്കും LGSനും രണ്ടിനും കൂടെ ഒപ്പം പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. LGSും പഠിക്കുന്നുണ്ടാവും, കൂടെ LDCയും പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടിനും കൂടെ ഞാൻ മാത്സ് വേറെ വേറെ പഠിക്കണോ, ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പോൾ അതും കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് LGSൻ്റെ സിലബസ് വെച്ച് തുടങ്ങാം. തീരെ ബേസ് ഇല്ലാത്തവരാണെങ്കിൽ എപ്പോഴും നല്ലത് LGSൻ്റെ സിലബസിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ LGSൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സിലബസ് ഇതാണ്. 10th ലെവൽ പ്രിലിംസ് ആണെങ്കിലും 10th മെയിൻ നമ്മുടെ LGSൻ്റെ മെയിൻസ് ആണെങ്കിലും സെയിം സിലബസ് ആണ് മാത്സിനുള്ളത്. 20 മാർക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഉണ്ട്. അതിൽ മാത്സ് എന്ന് പറയുന്നത് 10 മാർക്ക് ഉണ്ട്. അതിൽ വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സംഖ്യകളും അടിസ്ഥാനക്രിയകളും, ലസാഗു, സാഗ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, അത്രയും കാര്യങ്ങളുണ്ട്. അപ്പം ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന ആൾ എവിടുന്ന് തുടങ്ങും, അതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ 4 ടോപ്പിക്ക് തീർക്കണം. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ളതിലേക്ക് പോയാൽ മതി. നിങ്ങൾ തുടങ്ങുന്ന ആളാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരിക്കലും പോയിട്ട് വേറെ ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ടൈം ആൻഡ് വർക്കാണ് ചോദിച്ചു, അതിൽ നിന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ, കൃത്യമായൊരു ഓർഡറിൽ പോകുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ 4 ടോപ്പിക്ക് PSCയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ 4 കാര്യങ്ങൾ, സംഖ്യകൾ പഠിക്കണം, ഭിന്നസംഖ്യകൾ പഠിക്കണം, ലസാഗും ഉസാഗയും കണ്ടെത്താൻ പഠിക്കണം, ദശാംശ സംഖ്യകളും പഠിക്കണം. അപ്പം അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഖ്യകളിൽ നിന്ന് നമുക്ക് ഇപ്പം നമ്മൾ ആ ഗുണനപ്പട്ടികയും സ്ക്വയർ എടുക്കാനും ക്യൂബ് എടുക്കാനൊക്കെ പഠിച്ചല്ലോ, അതിൻ്റെ കൂടെ സംഖ്യകളിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു 3 പോയിന്റുകൾ പറയാം. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആ കാര്യങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഭാഗത്ത് നമ്മൾ ഏറ്റവും ആദ്യം ബോഡ്മാസ് റൂൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എന്താണ് ബോഡ്മാസ് റൂള്? ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അതായത് ഈ ക്രിയകളൊക്കെ വരുമ്പോൾ പ്ലസും മൈനസും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുമ്പോൾ ഏത് ഓർഡറിലാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു കൃത്യമായ ആ ഒരു റൂളുണ്ട്. ആ റൂളാണ് ബോഡ്മാസ് റൂൾ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. രണ്ടാമത് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ഹരണ നിയമങ്ങൾ, ഡിവിസിബിലിറ്റി റൂൾസ്. ഇതെന്തിനാണ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയി പറയാം. ഹരണ നിയമങ്ങൾ 2 മുതൽ 11 വരെ അറിഞ്ഞിരിക്കണം. അതായത് ഒരു സംഖ്യ കാണുമ്പോൾ ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പെട്ടെന്ന് പഠിക്കാനാണ് ഹരണ നിയമങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നമ്പർ പറയാം, 432. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ഇതിൽ 2 ഡിവൈഡ് ആകും. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ആക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. എന്നാൽ ഇതിൽ 3 പോവോ, 4 ഡിവൈഡ് ആവോ, 6 ഡിവൈഡ് ആകുമോ, 9 ഡിവൈഡ് ആകുമോ എന്നൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. അത് ഡിവൈഡ് ചെയ്ത് നോക്കാതെ, ഹരിച്ച് നോക്കാതെ തന്നെ പറയാൻ പറ്റും. അപ്പം അതൊക്കെ പഠിപ്പിക്കുന്ന നിയമമാണെന്ത്, ഹരണ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഇതിൽ അക്കങ്ങൾ കൂട്ടി 4, 3, 2 കൂട്ടി എത്ര, 9 അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 9. അപ്പം അക്കങ്ങളുടെ തുക 9 ആയതുകൊണ്ട് ആ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും. ഇനി അവസാനത്തെ 2 ഡിജിറ്റ് എന്താ, 32. അപ്പം അതിൽ 4 പോവും, ഉറപ്പാണ്. അതുപോലെ 2ഉം 3ഉം ഡിവൈഡ് ആവുമെങ്കിൽ അതിൽ 6ഉം പോവും. അപ്പം ഇതിലിപ്പോൾ ഏതൊക്കെ ഡിവൈഡ് ആവുന്നുണ്ട്, 2 ഡിവൈഡ് ആവുമെന്ന് നമുക്ക് മനസ്സിലായി. അക്കങ്ങളുടെ തുക 9 ആയതുകൊണ്ട് 3 പോവും. അക്കങ്ങളുടെ തുക 9 ആയതുകൊണ്ട് വീണ്ടും 9ഉം പോവും. 2ഉം 3ഉം പോവെങ്കിൽ 6 പോവും. അവസാനം 32 ആയതുകൊണ്ട് 4ഉം പോവും. അപ്പം ഇതൊക്കെ എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റിയത് എങ്ങനെയാണ്, ഹരണ നിയമങ്ങൾ അറിയണം. അപ്പം ഇത് ഡയറക്റ്റ് ചോദ്യങ്ങൾ
വരുന്നത് ഇപ്പോൾ കുറച്ച് കുറവാണ് ഹരണ നിയമങ്ങൾ. പക്ഷെ അതല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരിക്കലും അങ്ങനെ പഠിച്ചു വെക്കരുത്. ഹരണ നിയമങ്ങൾ ഇപ്പോൾ ചോദ്യം വരാറില്ല, അപ്പോൾ ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെയല്ല, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലും അപ്പുറം ഇത് പഠിക്കുന്നത് നമുക്ക് മുന്നോട്ടുള്ള എല്ലാ ടോപ്പിക്കിലും ഇത് ആവശ്യം വരും. മേലെയും താഴെയുള്ള നമ്പേഴ്സ് വെട്ടേണ്ടി വരും. വെട്ടിക്രിയ എന്ന് പറയും, ചെറുതാക്കൂലേ, വെട്ടി ചെറുതാക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ലേ. അപ്പം അത് ചെയ്യണമെങ്കിൽ ഒരു നമ്പർ കാണുമ്പോൾ അതിൽ ഏതൊക്കെ ഡിവൈഡ് ആവും എന്നറിയണം. അത് ഡിവൈഡ് ആവുന്നത് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുക? 2 നമുക്കറിയാം, 5 അറിയാം, 10 ഒക്കെ അറിയാം. അതല്ലാത്ത നമ്പേഴ്സ് അറിയണമെങ്കിൽ തീർച്ചയായും ഇത് പഠിക്കണം. അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബോഡ് മാസ് റൂള് വ്യക്തമായൊരു ഐഡിയ ഉണ്ടാക്കുക. രണ്ടാമത് ഹരണ നിയമങ്ങൾ, 2 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഹരണ നിയമങ്ങൾ പഠിക്കാം. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെട്ടിക്രിയ ചെയ്യാൻ പറ്റും. വെട്ടിക്രിയ ചെയ്ത് മേലെയും താഴെയും വെട്ടാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം 216/432. അപ്പം ഇതിനെ വെട്ടി ചെറുതാക്കണം. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മേലെയും താഴെയും 2 പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയായി? 108 ആയി. ഇതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 216 ആയി. വീണ്ടും 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ വീണ്ടും 2 ഡിവൈഡ് ചെയ്തു, 54, 108. ഒരിക്കൽ കൂടെ 2 ഡിവൈഡ് ചെയ്തു, 27, 54. ഇനി നമുക്ക് വേണമെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആയി, ഇവിടെ 18 ആയി. വീണ്ടും ചെറുതാക്കുമ്പോൾ 1/2 എന്നായി. അപ്പോൾ ഈ ഒരു ഭിന്നസംഖ്യക്ക് പകരം നമുക്ക് 1/2 എന്ന് നേരെ എഴുതാം. പക്ഷെ ഞാൻ അവിടെ കുറേ ഡിവിഷൻ ചെയ്തു, 2 ചെയ്തു, 2 ചെയ്തു, 3 ചെയ്തു, അങ്ങനെ ചെയ്തു പോയി. പക്ഷെ നമുക്ക് ഹരണ നിയമം അറിയുമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ വേണമെങ്കിൽ 9 ചെയ്യായിരുന്നു. കാരണം ഇതിൽ 2ലും 9 പോവും. 216 9 പോവും, 432 9 പോവും. അപ്പോൾ ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 24 എന്ന് കിട്ടും. ഇതിനതുപോലെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 48 എന്നും കിട്ടും. ഇപ്പോൾ വേഗം കഴിഞ്ഞല്ലോ പരിപാടി. ഒറ്റയടിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് പെട്ടെന്ന് കുറഞ്ഞു വന്നു. ഇനി 6 കൊണ്ട് ചെയ്തു, ഒന്നും കൂടെ ചെയ്തു, 1/2. ഇത്രയും സ്റ്റെപ്പ് പോകേണ്ടി വന്നില്ല. അപ്പം അങ്ങനെ വെട്ടിക്രിയ എളുപ്പമാക്കാൻ നമുക്ക് എന്ത് വേണം? ഹരണ നിയമങ്ങൾ വേണം. അപ്പം സംഖ്യകൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് 1 ബോഡ് മാസ് റൂള്, 2 ഹരണ നിയമങ്ങൾ. ഇത് പഠിച്ച് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുക. പിന്നെ ലസാഗു കാണാൻ പഠിക്കുക. പിന്നെ ലസാഗു നമുക്ക് ഭിന്നസംഖ്യയിൽ ആവശ്യം വരും. ഭിന്നസംഖ്യകൾ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പഠിക്കേണ്ടി വരും. അതേപോലെ തന്നെ ദശാംശ സംഖ്യകളും ഇതുപോലെ പഠിക്കേണ്ടി വരും. അപ്പം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സിലബസിൻ്റെ കോറ് നിങ്ങളുടെ കയ്യിലായി. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ഏത് ടോപ്പിക്ക് വേണമെങ്കിലും പഠിക്കാം. എന്നാൽ ഒരു ഐഡിയ ഇല്ലാത്ത ആൾ ഇതൊന്നും ഇല്ലാതെ ബാക്കി പോയി പഠിച്ചാലോ? അയാളെ തറയില്ലാതെ അയാൾ മേലത്തെ ഫ്ലോർ എടുത്തിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ മാത്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഇനി പുതുതായിട്ട് പഠിക്കുന്നവരായിക്കോട്ടെ, അല്ല പഠിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നവരായിക്കോട്ടെ, അവരൊക്കെ എന്ത് ചെയ്യുക? ഈ 4 ടോപ്പിക്ക് ആദ്യം പഠിക്കാം. നിങ്ങൾ ബുക്കുകൾ നോക്കി പഠിക്കുകയാണെങ്കിൽ പഠിക്കാം, അതല്ല ക്ലാസ്സുകൾ നോക്കി ആ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് എടുത്തിട്ടല്ല, ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ കവർ ചെയ്തു പോകുന്ന നമ്മുടെ LDCക്കും LGSനും വേണ്ടിയിട്ടുള്ള ബാച്ച് സൈലം BScയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 12-ാം തീയതി, ഓഗസ്റ്റ് 12-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LDC LGS കോംബോ ബാച്ചാണ്. അപ്പോൾ 2ലും കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് കോമൺ ആയിട്ട് തന്നെ എടുക്കും. അതല്ലാത്ത സെപ്പറേറ്റ് വേണ്ട ടോപ്പിക്കുകൾ അങ്ങനെയും എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 ഇയർ അല്ലെങ്കിൽ എക്സാം വരെ വാലിഡിറ്റി ഉണ്ട്. 2 പരീക്ഷയ്ക്കും കൂടെ 3000 റുപ്പീസാണ് ഫീസ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ സിലബസ് ഇവിടെ തുടങ്ങിയല്ലോ, ഈ സംഖ്യകളും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് LDC ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ചും കൂടെ വലുതാണ് LDCയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ. ശതമാനത്തിൻ്റെ കുറേ ബേസിക് കാര്യങ്ങളുണ്ട്, റേഷ്യോ ഉണ്ട്, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ പഠിച്ച് മെല്ലെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം അതിൽ കുറേ കോമൺ ഭാഗങ്ങളുണ്ട്. ഞാൻ LDCയിലും LGSലുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ടാണ്, ശ്രദ്ധിച്ചോ. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും 2ലും ഉണ്ട്. പിന്നെ സംഖ്യ, ദശാംശ സംഖ്യ 2ലും ഉണ്ട്. ലാഭവും നഷ്ടവും 2ലുണ്ട്. പിന്നെ സമയവും ദൂരവും 2ലുണ്ട്. ശരാശരിയും 2ലും ഉണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് 2ലും ഉള്ളത്. 2 പരീക്ഷയ്ക്കുള്ള കോമൺ ഭാഗങ്ങൾ ഇതാണ്. മെൻ്റൽ എബിലിറ്റിയിൽ നമുക്ക് ശ്രേണികൾ 2 പരീക്ഷയ്ക്കും ഉണ്ട്. ഇതുണ്ട്, സ്ഥാനനിർണ്ണയമുണ്ട്, സമാന ബന്ധമുണ്ട്, ഒറ്റയാനെ കണ്ടെത്തുക. ഇത്രയും ഭാഗങ്ങൾ 2 പരീക്ഷയ്ക്കും ഉണ്ട്. അപ്പം അതല്ലാത്ത ഭാഗങ്ങൾ LDCയിൽ മാത്രം ഉള്ളതാണ്. ഇനി നിങ്ങൾ LGS മാത്രം നോക്കുന്നവരാണെങ്കിൽ
നിങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന 1-2 ടോപ്പിക്കുകളേ ഉള്ളൂ. ഒന്ന് വർഗം, വർഗമൂലം, അതുപോലെ ഏജിൻ്റെ ക്വസ്റ്റ്യൻസ് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് എക്സ്ട്രാ വരുന്ന കാര്യമുള്ളൂ. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കേണ്ട പോയിന്റ് എവിടെ നിന്നാണ് പഠിക്കാൻ തുടങ്ങേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒന്നും കൂടെ പറയുന്നു. ഗുണന പട്ടിക എഴുതി പഠിക്കുക, വർഗങ്ങൾ എഴുതി പഠിക്കുക, ക്യൂബുകൾ എഴുതി പഠിക്കുക. ശേഷം നിങ്ങൾ ടോപ്പിക്കിലേക്ക് വരിക, സംഖ്യകളിലേക്ക് വരിക. സംഖ്യകളിൽ ആദ്യം പഠിക്കേണ്ടത് ബോർഡ് മാസ് റൂൾ ചെയ്യാൻ കൃത്യമായ അറിവുണ്ടാവുക. രണ്ടാമത് ഹരണ നിയമം പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിലബസിലേക്ക് വരാം. അപ്പം അത് സിലബസിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. അത്രയും ക്ലിയർ ചെയ്തിട്ട് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ കയറിൽ കെട്ടി നിൽക്കുന്ന ആനയെപ്പോലെ എത്ര വയസ്സായാലും മാത്സിനോടുള്ള ആ പേടി മാറ്റിയിട്ട് കൃത്യമായി ചങ്ങലകൾ പൊട്ടിച്ച്, ഈ ചിത്രത്തിൽ കാണിച്ച പോലെ മാത്സിൻ്റെ ആ ചങ്ങല പൊട്ടിച്ച് രക്ഷപ്പെട്ട് അതിലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ സ്ലൈഡ് നിങ്ങൾക്ക് എന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താഴെ ലിങ്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഓൾ.